ദുനിയാവിലും ആഖിറത്തിലും ഈ ഖുർആൻ കൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അതാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. നാളെ മഹ്ശറിലെത്തുമ്പോ അല്ലാഹു തആല ചില ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാൻ, ശുപാർശ ചെയ്യാൻ അല്ലാഹു അവസരം നൽകുന്നുണ്ട്. മാതാപിതാക്കളെ രക്ഷിക്കാൻ മക്കൾക്ക് അല്ലാഹു അവസരം നൽകുന്നുണ്ട്. മക്കളെ രക്ഷിക്കാൻ മാതാപിതാക്കൾക്കുണ്ട്. ഹാഫിളീങ്ങളായ ആളുകൾക്ക് ഒരുപാട് ആളുകളെ സംരക്ഷിക്കാനുള്ള അവസരമുണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്കുണ്ട്, പ്രവാചകന്മാർക്കുണ്ട്. അതുകൊണ്ടൊന്ന് ഷാർപ്പ് ചെയ്തിട്ട് ഒരു 3 സ്റ്റെപ്പ് ഡിലേ ഇട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള അവസരമുണ്ട്, ശഫാഅത്ത് ചെയ്യാനുള്ള അവസരമുണ്ട്. എന്നാലോ ഖുർആനിനുണ്ട്, റമളാനിനുണ്ട്. അല്ലാഹു ഓരോ ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാൻ അല്ലാഹു അവസരം നൽകുന്നുണ്ട്. അവർക്ക് ഏത് സമയത്താണ് രക്ഷപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കണം. ഏത് സമയത്താണ് അവരൊക്കെ മനുഷ്യന്മാരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് ഇവിടെ വെക്കായിരുന്നില്ലേ മോണിറ്റർ? അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാലത്തിന്റെ അപ്പുറത്ത് നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം. സിറാത്ത് പാലത്തിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യാണ്. സിറാത്ത് പാലത്തിലൂടെ ഹബീബിന്റെ സമുദായം കടന്നു പോകുമ്പോ നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ എന്റെ സമുദായത്തെ നീ രക്ഷപ്പെടുത്തണമേ അല്ലാഹ്. വിധങ്ങൾ സിറാത്ത് പാലത്തിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ദുആ ചെയ്യുകയാണ്. ആ പാലത്തിലൂടെ ഓരോ ആളുകൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ പാലം കടന്നു പോകാൻ വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ശഫാഅത്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക്. പരിശുദ്ധമായ ഖുർആൻ ശഫാഅത്ത് ചെയ്യുന്നുണ്ട്, റമളാൻ ശഫാഅത്ത് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇതുപോലെ ശഫാഅത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഖുർആനിന്റെ പ്രത്യേകത എന്താണ്? ഖുർആനിന്റെ പ്രത്യേകത എന്താ? പരിശുദ്ധമായ ഖുർആനിന്റെ പ്രത്യേകത നരകത്തിൽ വീഴുന്നതിന് മുമ്പേ ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇതിൽ സൗണ്ടില്ല. നരകത്തിൽ വീഴുന്നതിന് മുമ്പേ ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധമായ ഖുർആൻ. ബാക്കിയുള്ള ആളങ്ങനെയല്ല, നരകത്തിൽ വീണ ശേഷം കൊണ്ടുപോയിട്ട് രക്ഷപ്പെടുത്താൻ. ഖുർആൻ അങ്ങനെയല്ല, നരകത്തിൽ വീഴുന്നതിന് മുമ്പേ രക്ഷപ്പെടുത്തും. സ്വർഗത്തിലേക്ക് എത്തിയ മക്കൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ എവിടെയാണ് മാതാപിതാക്കൾ? അപ്പോഴാണ് അല്ലാഹു പറയുന്നത് നരകത്തിലാണ്, മാതാപിതാക്കൾ നരകത്തിലാണ്. നരകത്തിലുള്ള മാതാപിതാക്കൾ ഞാൻ സ്വർഗത്തിലോ, അവരെ രക്ഷപ്പെടുത്താൻ എനിക്ക് അവസരം തരണമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മക്കൾ ചോദിക്കുമ്പോ മക്കളോട് അല്ലാഹു പറയുന്നത് നരകത്തിലാണ്. നരകത്തിൽ കിടക്കുന്ന മാതാപിതാക്കളെ മക്കളെ വിളിച്ചുകൊണ്ടുവരും, എന്നിട്ട് സ്വർഗത്തിൽ കിടത്തും. നരകത്തിൽ വീണ ശേഷമാണ് മക്കൾ ശഫാഅത്ത് ചെയ്യുന്നത്. പരിശുദ്ധമായ ഖുർആൻ അങ്ങനെയല്ല, നരകത്തിലേക്ക് വീഴുന്നതിന് മുമ്പേ രക്ഷപ്പെടുത്തുന്ന, നരകത്തിൽ വീണ ശേഷം നരകത്തിൽ നിന്ന് പൊറുക്കിയെടുത്ത് കൊണ്ടുപോകല്ല. ദുനിയാവിൽ മറ്റൊരാളെ സഹായിച്ചാൽ, പാവപ്പെട്ട ആളുകൾക്ക് സഹായം നൽകിയാൽ, ആ സഹായിച്ച ആളുകൾ വരെ സ്വർഗത്തിലാണെങ്കിൽ ആരാണോ സഹായിച്ചത് അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 10 രൂപ നൽകി സഹായിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സഹായം പാവങ്ങളായ ആളുകൾക്ക് ദുനിയാവിൽ വെച്ച് ചെയ്തു കൊടുത്ത ആളുകളാണ്. എന്നാൽ നരകക്കാരായ ആളുകൾ സ്വർഗത്തിലേക്ക് എത്തി നോക്കുമ്പോഴാണ് ഈ സഹായിച്ച ആളുകൾ സ്വർഗത്തിൽ കാണാനിടയാകുന്നത്. അവരോട് ചോദിക്കും, എന്നെ നിനക്ക് പരിചയമുണ്ടോ? എന്നെ നിനക്കറിയുമോ? അപ്പോഴാണ് സ്വർഗക്കാരൻ പറയുന്നത് എനിക്കറിയൂല. സ്വർഗക്കാരൻ പറയാൻ എനിക്കറിയൂല. നരകക്കാരൻ മുതലാളിയാണ്, പാവങ്ങളെ സഹായിച്ച ഒരാളാണ്. സ്വർഗക്കാരനോ നാട്ടിൽ പാവങ്ങളായി ജീവിച്ച ഒരാളാണ്, എനിക്ക് നിങ്ങളെ പരിചയമില്ലല്ലോ. അപ്പോഴാണ് മുതലാളി പറയുന്നത്, നിങ്ങളല്ലേ എന്റെ വീട്ടിലേക്ക് പിരിവിന്റെ ആവശ്യവുമായി കടന്നു വന്നത്, മക്കളുടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാൻ 1 ലക്ഷം നൽകി നിങ്ങളെ സഹായിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളാണല്ലേ ആ ആജിയാർ, ഇന്നാലിന്ന് നാട്ടിലെ ഇന്നാലിന്ന് സഹോദരനാണല്ലോ, ഇന്നാലിന്ന് മുഹമ്മദ് ഖയാണല്ലോ. അപ്പോഴാണ് നരകക്കാരൻ പറയുന്നത്, അതെ, എന്നാൽ ഈ നരകത്തിൽ നിന്ന് എന്നെ വന്ന് രക്ഷപ്പെടുത്താൻ അല്ലാഹുവിനോട്
പറയുമോ, അള്ളാഹുവിനോട് പറയുമോ എന്ന് മുതലാളി സ്വർഗത്തിലുള്ള പാവപ്പെട്ട സഹോദരനോട് പറയുമ്പോഴാണ് സ്വർഗക്കാരനായ സഹോദരൻ അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ, ഇയാളെ രക്ഷപ്പെടുത്താൻ എനിക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അവസരം തരണം. അള്ളാഹു പറയാണ്, ആരെയൊക്കെയാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് അവരെ രക്ഷപ്പെടുത്തിക്കോ എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ സ്വർഗ്ഗക്കാരനോട് പറയുമ്പോഴാണ് തന്നെ സഹായിച്ച ആളുകളെ നരകത്തിൽ നിന്ന് കൊണ്ടുപോയി സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ അതൊക്കെ നരകത്തിൽ വീണ ശേഷമാണ്. അതല്ലല്ലോ വിജയം. എന്താണ് വിജയം എന്ന് പറഞ്ഞാൽ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരിക്കേണ്ടവരാണ്. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, എല്ലാവരുടെയും നന്മയും തിന്മയും അല്ലാഹു കണക്കാക്കുന്നത് ഖിയാമത്ത് നാളിലാണ്. ഫമാ സുഹസിഹ അനിൻ നാർ, ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്, വഉദ്ഖിലൽ ജന്ന, നരകത്തിലേക്ക് ഒരു സെക്കൻഡ് പോലും വീഴാതെ ഒരു സെക്കൻഡ് പോലും കിടക്കാതെ സ്വർഗ്ഗത്തിലേക്ക് ആരാണോ എത്തുന്നത്, ഫഖദ് ഫാസ്, അവനാണ് വിജയി, അവന് മാത്രമാണ് വിജയി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആരാണ് വിജയി? വിജയി എന്ന് പറഞ്ഞാൽ ആരാ? ഫമാ സുഹസിഹ അനിൻ നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകൾ, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ അല്ലാഹു സ്വർഗ്ഗം നൽകുന്ന ആളുകൾ ആരാ? അവർക്കാണ് അല്ലാഹു വിജയം നൽകുന്നത്. അവരാണ് വിജയികൾ. ആ വിജയികളിൽ പെടാനാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. നരകത്തിൽ വീണ ആളുകളെ രക്ഷപ്പെടുത്താൻ ആളുകളുണ്ട്. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല രക്ഷപ്പെടുത്തുന്നത്. നരകത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് അല്ലാഹുമായിട്ടൊരു സംവാദം നടക്കുകയാണ്, അല്ലാഹുമായിട്ടൊരു വാഗ്വാദം നടക്കുകയാണ്. അല്ലാഹുവേ, ഇയാളെന്നെ ബഹുമാനിച്ച ആളാണ്, ഇയാളെന്നെ ആദരിച്ച ആളാണ്, ഇയാൾ ഒരുപാട് ഖുർആൻ ഓതിയ ആളാണ്, അതുകൊണ്ട് ഇയാൾ നരകത്തിലേക്ക് കിടക്കരുത് എന്ന് അല്ലാഹുവിനോട് വാഗ്വാദം നടത്തിയിട്ട് നരകത്തിലേക്ക് കിടക്കാതെ നരകത്തിലേക്ക് വീഴാതെ ഖുർആനിനെ ആദരിക്കുന്ന ആളുകളെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, യർജൂന തിജാറതൻ ലൻ തബൂർ, അവർക്ക് നഷ്ടമില്ലാത്ത കച്ചവടമാണ്. എന്താണ് നഷ്ടമില്ലാത്ത കച്ചവടം എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ നഷ്ടമില്ലാത്ത കച്ചവടം എന്ന് പറഞ്ഞാൽ? ഇത് ഓടുന്ന ആളുകൾക്ക് ദുനിയാവിൽ അല്ലാഹു പ്രതിഫലം നൽകുമെന്ന് മാത്രമല്ല, ശാരീരികമായിട്ടുള്ള ആരോഗ്യം നൽകും, മാനസികമായിട്ടുള്ള ആരോഗ്യം നൽകും, മാനസികമായിട്ടുള്ള സംതൃപ്തി നൽകും, സമ്പത്തിന് അഭിവൃദ്ധി നൽകും. ഇതൊക്കെ ഉള്ളതല്ലേ? പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ അല്ലാഹു ദുനിയാവിൽ നൽകുന്ന നേട്ടങ്ങൾ ഇതൊക്കെയാണ്. പക്ഷേ നമ്മുടെ ഓത്തല്ല, നമ്മുടെ പാരായണല്ല. യാസീനുൽ ഖുർആനിൽ ഹകീമിൻ കലമിനുൽ മുർസലീൻ, ആ 120 പോകുന്ന ഓത്തല്ല. അതിനെ കുറിച്ചല്ല ഈ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. അതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. കടമ വീട്ടാൻ വേണ്ടി റമദാൻ ഒരു ഖത്തം തീർക്കുന്നുണ്ട്, രാജധാനി എക്സ്പ്രസ് പോകുന്ന പോലെ ഒരാൾ ഓതുക, അതിനൊന്നും കിട്ടാനില്ല. എന്താ ഖുർആൻ എന്ന് പറഞ്ഞു? എങ്ങനെ ഓതാനാ പറഞ്ഞത്? ورتل القرآن ترتيلا يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن. കടന്നു വന്നിട്ട് പനി പിടിച്ച് മൂടി പിടിച്ച് കിടന്നുറങ്ങുകയാണ്. അപ്പോഴാണ് അല്ലാഹു വിളിക്കുന്നത്, യാ അയ്യുഹൽ മുസമ്മിൽ, ഓ മൂടി പിടിച്ചിറങ്ങുന്ന മനുഷ്യ, ഖുമിൽ ലൈല ഇല്ലാ ഖലീല, ഒന്ന് രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കണേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ തഹജ്ജുദ് നിസ്കാരം നിർബന്ധമായിരുന്നു. ഞങ്ങൾക്ക് നിർബന്ധമല്ല, സുന്നത്താണ്. സമുദായത്തിന് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമല്ല. എപ്പോഴാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്? നിസ്ഫഹു, രാത്രിയുടെ പകുതി തഹജ്ജുദ് നിസ്കരിക്കണം. രാത്രിയുടെ പകുതി എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറിൽ 6 മണിക്കൂറും തഹജ്ജുദിന് വേണ്ടി ഉപയോഗിക്കണമെന്നല്ലേ? അല്ലെങ്കിൽ ആ പകുതിയിൽ നിന്ന് അല്പം കുറച്ചാലും കുഴപ്പമില്ല, അല്പം കുറച്ചാലും കുഴപ്പമില്ല. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാണ്, രാത്രിയുടെ പകുതി ഭാഗം നിങ്ങൾ തഹജ്ജുദിന് വേണ്ടി മാറ്റിവെക്കണം. അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം കുറച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ രാത്രിയുടെ പകുതിയേക്കാൾ അല്പം കൂടുതൽ നിസ്കരിച്ചാലും കുഴപ്പമില്ല. പക്ഷേ
ഖുർആന തർതീല. പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ രാജധാനി എക്സ്പ്രസ് പോകുന്നത് പോലെ ഓതാനുള്ളതല്ല, വളരെ ഭംഗിയായി തജ്വീദിന്റെ നിയമപ്രകാരം ഓതൽ നമ്മുടെ ബാധ്യതയാണ്. മുഅ്മിനേ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, പഠിക്കാനുള്ള അവസരം നമ്മുടെ മുന്നിലുണ്ടല്ലോ, എന്തോ നമ്മൾ പഠിക്കാത്തത്? അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് പഠിക്കാൻ സമയം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന എക്സ്ക്യൂസ് അല്ലാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടൂല. കാരണം വിരൽ തുമ്പിലാണ് എല്ലാം ഉള്ളത്. തജ്വീദ് പഠിക്കാനും യൂട്യൂബ്, വാല് പഠിക്കാനും യൂട്യൂബ്, സിനിമ കാണാനും യൂട്യൂബ്, കുക്കറി ഷോ കാണാനും യൂട്യൂബ്, എന്തുവരൊക്കെ കാണാനും യൂട്യൂബ് ഉണ്ടാകുമ്പോ നന്മയ്ക്ക് വേണ്ടി ആരാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ വിരൽ തുമ്പിലേക്ക് നന്മകളുടെ വാതായനങ്ങൾ തുറക്കപ്പെടുമ്പോ എന്തേ നന്മ ചെയ്യാത്തത്? എന്തേ നന്മ ചെയ്യാത്തത്? നന്മ ചെയ്യാനല്ലേ ഈ ഡിവൈസുകൾ അല്ലാഹു നമ്മൾക്ക് നൽകുന്നത്. കളിക്കാനല്ലല്ലോ, തമാശയ്ക്ക് വേണ്ടിയല്ലല്ലോ, ഫോൺ കാണാനല്ലല്ലോ, അല്ലാഹുവിന്റെ നന്മകൾ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാനല്ലേ. എന്നിട്ട് പറയേണ്ടേ, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ ഫഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. മൊബൈൽ ഫോണുകളായാലും TV ആയാലും ഏത് സംവിധാനങ്ങളായാലും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പറയേണ്ടേ, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ. അല്ലാഹുവേ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ. ഞാൻ എന്റെ സഹോദരിമാരോട് പറയുന്നത്, എനിക്കറിയാം ഇവിടെ സഹോദരിമാരാണ് കൂടുതലുള്ളത് എന്ന്. എന്റെ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വാല് വേണ്ടേ? എന്റെ ഇവിടുത്തെ നാട്ടുകാർക്ക് വാല് വേണ്ടേ? ഞാൻ ചോദിക്കട്ടെ, സംഘാടകരെ പലവട്ടം പറഞ്ഞു സ്ത്രീകളായിരിക്കും കൂടുതലെന്ന്. ഇങ്ങനെ ഒരു മഹാനുഭാവന്റെ പേരിൽ ഇവിടെ വാല് സംഘടിപ്പിക്കുമ്പോ നാട്ടുകാരെങ്കിലും വന്നിരിക്കും, നിങ്ങളുടെ ബാധ്യതയല്ലേ? എന്തിനാണ് സംഘടിപ്പിക്കുന്നത്? ഇത്രയും ഭീമമായ തുകകൾ ചെലവഴിച്ചിട്ട് നയിക്കുന്ന സംവിധാനങ്ങൾ, സ്റ്റേജിന്റെ സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് എന്തേ നമുക്ക് കേൾക്കാൻ കഴിയാത്തത്? ആരോടുള്ള ധിക്കാരമാണിത്? ആരോടുള്ള വെല്ലുവിളിയാണ്? എന്റെ ചെറുപ്പക്കാര, ഒരു കളി ഉണ്ടാകുമ്പോ അവിടെ കൂടാറുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ വെല്ലുവിളിക്കാൻ പറഞ്ഞ വിഷയങ്ങളല്ലേ ഇത്? ജീവിതം കളിയും ചെറിയുമാക്കി മാറ്റുന്ന ആളുകളെ നബിയെ നിങ്ങൾ വിട്ടേക്ക്. നബിയെ, അവരെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അവരെ നിങ്ങൾ യാതൊരു പരിഗണനയും നൽകണ്ട, അവരുടെ കാര്യം ഞാൻ നോക്കാമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഇത് അറിയാനിട്ടാണോ? ഇത് കേൾക്കാനിട്ടാണോ? എന്റെ ചെറുപ്പക്കാര, കളികളോട് തോന്നി തുടങ്ങിയത് ആതൊരു ഫ്ലഡ് ലൈറ്റുകളും ഫുട്ബോളുകളും മാത്രമായി ജീവിച്ചാൽ മതിയോ? ജീവിതം തന്നെ കളിയും ചിരിയുമാക്കി മാറ്റിയ ആളുകളുണ്ട്. ആഭാസങ്ങൾ നടത്തുന്ന ആളുകൾ, അനാചാരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആളുകൾ, നന്മ പറയുമ്പോൾ അവർക്ക് തയ്യാറില്ല. നന്മയേതോ ചിന്മയേതോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലം ആളുകളിലേക്ക് വരാനുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏതാണ് നന്മ ഏതാണ് തിന്മ എന്നറിയില്ല, അതറിയില്ല. നന്മയും ചിന്മയും തിരിച്ചറിയാൻ പറ്റാത്ത ദയനീയമായ ദാരുണമായ അവസ്ഥ മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വരുമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ലേ അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പറഞ്ഞു തന്നത്. അതാരാണെന്നറിയോ? ചിന്മകൾ ഇവിടെ ഉണ്ടാകുമ്പോ, ആവാസങ്ങൾ ഉണ്ടാകുമ്പോ, സിനിമകൾ ഉണ്ടാകുമ്പോ, സിനിമയുടെ പേരിൽ ഇവിടെ മൽപ്പിടുത്തങ്ങൾ നടക്കുന്നുണ്ടില്ലേ? മമ്മൂട്ടിക്ക് വേണ്ടി, മോഹൻലാലിന് വേണ്ടി ഇവിടെ വാദങ്ങൾ നടത്തുന്നവരില്ലേ? സോഷ്യൽ മീഡിയകളിലൂടെ, ഫേസ്ബുക്കുകളിലൂടെ എന്തിനാണ് ആവശ്യമില്ലാത്ത സംവാദങ്ങൾ? എന്തിനാണ് ആവശ്യമില്ലാത്ത തർക്കങ്ങൾ? ആർക്ക് വേണ്ടിയാണ് ചെറുപ്പക്കാര? അവർ നിനക്ക് എന്താണ് ചെയ്തു തന്നത്? ഏത് നടന്മാരായാലും നടിമാരായാലും സമുദായത്തിന് എന്ത് ചെയ്തു തന്നു? നിനക്കെന്ത് ചെയ്തു തന്നു? അതുപോലെ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ആവാസം കൊണ്ട് ഇന്ന് നടക്കുന്ന IPL കളിയുണ്ടല്ലോ, ആ കളിക്ക് വേണ്ടി രാവിലെ ഒരു പ്രവചന മത്സരം. എന്റെ ചെറുപ്പക്കാര, നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ എവിടെയാണ് പണയം വെച്ചിട്ടുള്ളത്? എവിടെയാണ് നിങ്ങളുടെ തലച്ചോറ് പണയം വെച്ചിട്ടുള്ളത്? ഇത് തമാശയുടെ കാര്യമല്ല, ഇത് തമാശയായി പറയുകയല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അപകടത്തിലേക്കാണ് പോകുന്നത്. ചൂതനായ ഒരു നേതാവ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, മുസ്ലിം സമുദായത്തെ തകർക്കാൻ ആയുധങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞതിനേക്കാളും കൂടുതൽ ജീവി കൊണ്ടാണ് മുസ്ലിം സമുദായത്തെ നിങ്ങൾ തകർത്തത്. ആയുധം കൊണ്ട്, യുദ്ധം കൊണ്ട്, പശുവിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, പള്ളിയിൽ കയറിയിട്ടുള്ള കൊലപാതകങ്ങൾ, എന്തൊക്കെ ആവാസങ്ങൾ, അല്ലാത്ത ഒരുപാട് കൊലപാതകങ്ങൾ ഇവിടെ നടക്കുമ്പോ അതുകൊണ്ടല്ല മുസ്ലിം സമുദായത്തെ നിങ്ങൾ
ഞങ്ങൾ തകർത്തത്, ജീവി കൊണ്ടാണ് ഞങ്ങൾ തകർത്തത് എന്ന് ജൂതനായ നേതാവ് പറയുന്നുണ്ട്. എങ്ങനെയാണ് തകർത്തത്? സിനിമയും സീരിയലും അതിന്റെ അഡിക്റ്റുകളാക്കി നമ്മുടെ ഉമ്മമാരെയും മക്കളെയും നമ്മുടെ ചെറുപ്പക്കാരെയും മാറ്റിമറിച്ചു. അവർക്കെന്ത് നിസ്കാരം, അവർക്കെന്ത് ബാല്, അവർക്കെന്ത് ദീന്, അവർക്ക് കളി, അത് മതി, വേറൊരു ചിന്തയില്ല. ചെറുപ്പക്കാരാ, ജീവിതം തന്നെ കളിയും ചിരിയും ആഘോഷങ്ങളും ആഭാസങ്ങളും ഇത് മാത്രം മതി എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളെ അല്ലാഹുവിന്റെ മുന്നറിയിപ്പാണ്. ഇത് തമാശയല്ല. അവരെ വിട്ടുകള നബിയെ, അവരെ നെവർമൈൻഡ് ചെയ്യൂ നബിയെ. വലഹും അദാബുൻ അലീം, അവർക്ക് ഞാൻ വേദനാജനകമായ ശിക്ഷ നൽകാനുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. ഈ തോന്നിയത് പോലെ കളികൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ആളുകൾക്കാണ്. ആകെ ഒരു കളി, വൈകുന്നേരമായാലും കളി, രാവിലെ ആയാലും കളി. ഇനി കളി കഴിച്ചു കഴിഞ്ഞാലും പള്ളിയിൽ വന്നിരിക്കാൻ സമയമുണ്ടോ? ഇല്ല, അടുത്ത കളി കാണാൻ, അടുത്തത് കളി കാണാൻ. എന്റെ ചെറുപ്പക്കാരാ, രാവിലെ ഫേസ്ബുക്കിൽ നടക്കുന്ന ഒരു മത്സരം, ഇന്ന് വൈകുന്നേരം നടക്കുന്ന IPL ടൂർണമെന്റിൽ ആരാണ് വിജയിക്കുക, ആരാണ് കൂടുതൽ റൺ വാങ്ങുക, ആരാണ് കൂടുതൽ വിക്കറ്റ് എടുക്കുക, ഇത് പറഞ്ഞിട്ട് ശരിയായ ആളുകൾക്ക് സമ്മാനം ഓഫർ ചെയ്യാൻ ഫേസ്ബുക്കിലൂടെ ചില ആളുകൾ. എന്റെ ചെറുപ്പക്കാരാ, നിങ്ങളുടെ സമയം ഹറാമിനല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്? അവരുടെ പണത്തിന്റെ പലപളപ്പ് കൊണ്ട് IPL എന്ന് പറയുന്ന മാമാങ്കം നടക്കുമ്പോ എന്തിനാണ് ചെറുപ്പക്കാരെ ഇവിടെ സംഭാവന? എന്നാൽ ദീനിന്റെ പേരിൽ സംഭാവന ചെയ്യണമെന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരെ മഷിയിട്ടാലും കാണൂല. എന്താ ഇന്നാരെ സഞ്ചരിക്ക, അതെങ്ങാനും പറഞ്ഞു ശരിയായ അവന്റെ വക ഒരു സമ്മാനം. എന്തിനിത്? എന്ന പള്ളിക്ക് 1000 കൊടുത്തു, അയാൾ മഷിയിട്ടാലും കാണൂല. ഇതാണ് ഇന്നത്തെ ദീൻ. അതിന് കാരണം ഒന്നാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, നിങ്ങളിലേക്ക് ഫിത്നകൾ കടന്നു വരും. ആ ഫിത്നകൾ രസകരമായിട്ട് ഒരാൾക്ക് തോന്നി തുടങ്ങിയാൽ, എന്താണ് ഇതിന് ഉദാഹരണം പറയുന്നത്? സ്വാമിമാര് ശബരിമലയിലേക്ക് പോകുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എത്ര വേദനയോടെയാണ് നമ്മളത് നോക്കിക്കാണുന്നത്. ചെരുപ്പില്ലാതെ നരം കോച്ചുന്ന തണുപ്പിൽ, വിറവിറക്കുന്ന തണുപ്പിൽ ചെരുപ്പില്ലാതെ തന്റെ ചരക്കുകളും സാമഗ്രികളും തലയിലേറ്റി നടന്ന് പോവാൻ. അത് കാണുമ്പോ നമ്മൾക്ക് വിഷമം തോന്നാറുണ്ടെങ്കിലും എന്തിനാണ് അവർ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ശബരിമലയിലേക്ക് പോകുന്നത്? ആ മതത്തോടും ആ ആചാരത്തോടും ആ ആരാധനയോടും അവർക്ക് മനസ്സിലുണ്ടാകുന്ന താല്പര്യമാണ്. അതുകൊണ്ടാണ് അവർ എത്രയും പ്രയാസം സഹിച്ചിട്ട് നരം കോച്ചുന്ന തണുപ്പിൽ പോലും അവർ നടന്നു നീങ്ങുന്നത്. ഇതുപോലെ ഒരാൾക്ക് ഫിത്നകളോട് താല്പര്യം തോന്നി തുടങ്ങിയാൽ, രാത്രി 3 മണിക്ക് കളിയുണ്ട് എന്നറിഞ്ഞാൽ അതിനുവേണ്ടി നമ്മുടെ ചെറുപ്പക്കാർ അലാം വെക്കാൻ തുടങ്ങിയാൽ, വൈകുന്നേരം 8 മണിക്കൊരു കളിയുണ്ട് എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ചെറുപ്പക്കാരൻ കാത്തിരിക്കുന്ന ഒരു കാലം വന്നാൽ അവർക്ക് വേണ്ടി ഫ്ലെക്സ് വെക്കുക, അവർക്ക് വേണ്ടി സംവാദം നടത്തുക, അവർക്ക് വേണ്ടി ഗ്രൂപ്പുകളിൽ ചർച്ച നടക്കുക. എന്താണിത്? ആർക്ക് വേണ്ടിയാണിത്? ഈ ആഭാസങ്ങളുള്ള ആളുകൾ, ഈ ആഭാസങ്ങൾ ഒരു രസകരമായ ഒരാൾക്ക് തോന്നി തുടങ്ങിയാൽ അവന്റെ ഹൃദയത്തിനാണ് അല്ലാഹു തആല കറുത്ത പുള്ളികളിട്ട് കൊടുക്കുന്നത്. അവന്റെ ഹൃദയത്തെയാണ് അല്ലാഹു കറുപ്പിച്ചു കളയുന്നത്. അങ്ങനെ ഒരാളുടെ ഹൃദയം കറുത്തു പോയാൽ അപ്പോൾ അവന് നന്മയേത് തിന്മയേത് എന്നവന് തിരിച്ചറിയൂല. അപ്പോഴാണ് അവന് നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയൂല. അപ്പോഴാണ് അവന് സിനിമ കാണുന്നത് ഹലാലായി തോന്നുന്നത്, വ്യഭിചാരം ഹലാലായി തോന്നുന്നത്, കഞ്ചാവ് ഹലാലായി തോന്നുന്നത്, മയക്കുമരുന്ന് ഹലാലായി തോന്നുന്നത്, പെണ്ണിന്റെ കൂടെ നടക്കുന്നതും ഇരിക്കുന്നതും ചാറ്റ് ചെയ്യുന്നതും ഹലാലായി തോന്നുന്നത്. അവന്റെ ഹൃദയം കറുത്തുപോയത് കൊണ്ടാണ്. കറുത്തുപോയ ഹൃദയങ്ങളിലേക്ക് നന്മകളെത്തൂല, അവന്റെ ഹൃദയങ്ങളിലേക്ക് നന്മകളെത്തൂല. തൗബ ചെയ്ത് അല്ലാഹു തൗബ സ്വീകരിക്കാതെ എത്ര വേല പറഞ്ഞാലും അവൻ നന്നാവൂല. കാരണം അവന്റെ ഹൃദയം കറുത്തുപോയിരിക്കുകയാണ്. പക്ഷേ എന്റെ ചെറുപ്പക്കാരാ, ഈ ഒരു ലിസ്റ്റ് നമ്മൾ പെടാൻ പാടില്ല. ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ പെടരുത്.
ومن أظلم ممن ذكر بآيات ربه فأعرض عنها. ഞാൻ പറയുന്നത് എന്റെ വകയല്ലല്ലോ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകളല്ലേ ഇവിടെ ചർച്ച ചെയ്യുന്നത്, പരിശുദ്ധ റസൂലിന്റെ ഹദീസുകളല്ലേ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ومن أظلم ممن ذكر بآيات ربه. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓരോന്ന് ഓതി കേൾപ്പിക്കുമ്പോ ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് കളി മതി, ഫുട്ബോൾ മതി, ക്രിക്കറ്റ് മതി, ഫഅഅറള അൻഹാ. ഇതിനേക്ക് മൈൻഡ് ചെയ്യാതെ മാറി നിൽക്കുന്ന ആളുകൾ ഇതിനേക്കാളും വലിയ ക്രിമിനൽ ആരാണെന്ന് ഖുർആൻ ചോദിച്ചു.